നമസ്കാരം. വളരെ വലിയ ഒരു ദുരന്തത്തിൻ്റെ നടുവിലാണ് നാം നിൽക്കുന്നത്. അഹമ്മദാബാദിൽ ഏതാണ്ട് 242 ആൾക്കാരെയും കൊണ്ട് പറന്നുയർന്ന വിമാനം തകർന്നു വീണ് അവരെല്ലാവരും തന്നെ ഏതാണ്ട് കൊല്ലപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലുള്ളത്. ഈ വിമാനാപകടം എന്തുകൊണ്ടായിരിക്കാം സംഭവിച്ചതെന്ന ചോദ്യമാണിപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ളത്. ഇത് സംഭവിക്കാനുള്ള സാധ്യതകൾ രണ്ടെണ്ണം മാത്രമാണ്. അതിലൊന്നാമത്തേത് വിമാനത്തിൻ്റെ തകരാറ്. നമുക്കറിയാം, വിമാനം പറന്നു വരുമ്പോൾ അതിൻ്റെ എൻജിൻ അതിൻ്റെ മുഴുവൻ കപ്പാസിറ്റിയിലുമാണ് പ്രവർത്തിക്കുന്നത്. ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ തകരാറുണ്ടായാൽ അത് വലിയ ദുരന്തത്തിലേക്ക് എത്തും. വിമാനത്തിൻ്റെ എൻജിനിലേക്ക് എത്തുന്ന ഇന്ധനത്തിൻ്റെ അളവിൽ പോലും ചെറിയൊരു വ്യത്യാസമുണ്ടായാൽ മതി അതിന് പറന്നു പൊങ്ങാൻ സാധിക്കാതെ തകർന്നു വീഴും. പക്ഷേ ഇത്തരത്തിലുള്ള പിഴവുകൾ ഒരിക്കലും സംഭവിക്കാതിരിക്കത്തക്ക പോലെയാണ് വിമാന നിർമ്മാണം. മാത്രമല്ല, വിമാനം പുറപ്പെടുന്നതിന് മുമ്പ് അതിന് ഏതെങ്കിലും തരത്തിലുള്ള തകരാറുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് തന്നെ അറിയാനുള്ള സംവിധാനങ്ങളുണ്ട്. അതെല്ലാം പൂർണ്ണമായിട്ടും പരിശോധിച്ച ശേഷം മാത്രമേ ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യാറുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം അതിനുണ്ടെങ്കിൽ അത് പരിഹരിച്ച ശേഷമേ യാത്ര തുടങ്ങാറുള്ളൂ. അതുകൊണ്ട് തന്നെ യന്ത്രത്തകരാറാണ് ഇതിൻ്റെ പിന്നിലെന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. 1,00,000-ൽ ഒരു ചാൻസ് പോലും ഇല്ല യന്ത്രത്തകരാറുണ്ടാകാൻ. രണ്ടാമത്തെ സാധ്യതയ്ക്കാണ് ഇവിടെ കൂടുതൽ ഊന്നൽ നൽകേണ്ടത്. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് പൈലറ്റിൻ്റെ പിഴവാണ്. പൈലറ്റിന് ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു അപകടം ഈസി ആയിട്ട് തന്നെ സംഭവിക്കും. അപ്പോൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, വിമാനം ഇന്നത്തെ ദിവസം 12-ാം തീയതി ജൂൺ ഉച്ചയ്ക്ക് 1:39 ടേക്ക് ഓഫ് ചെയ്യുന്നത്. വിമാനം റൺവേയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തു. ടേക്ക് ഓഫ് ചെയ്തിട്ട് മുകളിലേക്ക് പോകേണ്ട വിമാനം കുറച്ച് മുകളിലേക്ക് പോയ ശേഷം, ഏതാണ്ട് 600 അടിയോളം മുകളിലേക്ക് പോയ ശേഷം പിന്നീട് വേഗം താഴേക്ക് വരികയായിരുന്നു. ഏതാണ്ട് 4 മിനിറ്റ് കൊണ്ട് വിമാനം താഴെ പതിച്ചു, കത്തിയമർന്നു. വളരെ വേഗത്തിലാണ് തീ കത്തിപ്പെട്ടത്. നമ്മളതിൻ്റെ വീഡിയോ കണ്ടതാണ്. ഇതിനിടെ, ഈ 4 മിനിറ്റിനിടെ സഹ പൈലറ്റ് ഒരു മേഡേ കോൾ, ഒരു ഡിസ്ട്രസ് കാള് ട്രാഫിക് കൺട്രോളർക്ക് അയച്ചിരുന്നു. അതായത് എന്തോ ഒരു അപകടമുണ്ട്, വിമാനത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളപ്പോൾ അവരയക്കുന്ന മെസ്സേജിനെ മേഡേ കോൾ എന്നാണ് ഇംഗ്ലീഷിൽ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സന്ദേശം തങ്ങൾക്ക് കിട്ടിയതായിട്ട് ട്രാഫിക് കൺട്രോളർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനൊരു മറുപടി കൊടുക്കാൻ അവർക്ക് പറ്റുന്നതിന് മുമ്പ് അപകടം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ കോ പൈലറ്റ് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചെങ്കിൽ അതിനർത്ഥം പൈലറ്റിന് എന്തോ സംഭവിച്ചു, അല്ലെങ്കിൽ പൈലറ്റിന് എന്തോ പിഴവ് പറ്റി എന്നത് ആയിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പൈലറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പിഴവ് പറ്റാൻ, അല്ലെങ്കിൽ പൈലറ്റിനൊരു തെറ്റ് പറ്റാൻ നിരവധി കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാരണം അമിതമായ ആത്മവിശ്വാസം. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് വാഹനം ഓടിക്കുന്ന ആൾക്കാർക്ക് അവർ പോകുന്ന റോഡുകളിൽ അവരേത് രീതിയിലാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെ കുറേ ഏറെക്കാലം പോയി കഴിയുമ്പോൾ, ഞാൻ ഈ റോഡിൽ കൂടി ഇങ്ങനെ ഒത്തിരി നാൾ പോയിട്ടുള്ളതാണ്, അപ്പോഴൊന്നും എനിക്ക് പറ്റിയിട്ടില്ല, ഞാൻ പലപ്പോഴും വളവുകളിൽ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ പലപ്പോഴും 100 കിലോമീറ്റർ സ്പീഡിൽ പോയിട്ടുണ്ട്, എന്നിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അത് നൽകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അതായത് എങ്ങനെ പോയാലും എനിക്കൊന്നും പറ്റില്ല എന്നുള്ള ഒരു ധാരണ. ഈ ധാരണ ഒരു ദിവസം ദുരന്തത്തിൽ കലാശിക്കും. ഈ പൈലറ്റിന്, അതായത് ഇപ്പോൾ ഈ വിമാനം പറത്തിയ പൈലറ്റ് ഏതാണ്ട് 8200 മണിക്കൂർ വിമാനം ഓടിച്ച് പരിചയമുള്ള ആളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അതുമൂലമുള്ള ഒരു അമിത ആത്മവിശ്വാസം മൂലം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിഴവ് ഈ ഫ്ലൈറ്റ് ഉയരുന്നതിനിടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. രണ്ടാമത് പൈലറ്റിന് പിഴവ് പറ്റാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അയാൾ ഏതെങ്കിലും ലഹരിയുടെ പിടിയിലായിരുന്നു എന്നുള്ളതാണ്. അയാൾ ഏതെങ്കിലും ലഹരി മരുന്നിൻ്റെ പിടിയിലായിരുന്നുവെങ്കിൽ, ഇപ്പോൾ മദ്യപിച്ചിട്ട് വരുന്ന പൈലറ്റുമാരെ കണ്ടുപിടിക്കുന്ന പരിപാടിയെ കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഇനി മദ്യപിച്ചിട്ട് ഇദ്ദേഹത്തിനെ നേരിട്ടറിയാവുന്നതുകൊണ്ട് സാരമില്ല, ഞങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞത് പറഞ്ഞു വിട്ടതാണോ എന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹം മദ്യപിച്ചിരുന്നോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു ചാൻസ് പറയുകയാണ്. അമിതമായിട്ടുള്ള മദ്യലഹരിയിൽ, ഒരു സാധാരണ മദ്യപൻ്റെ കാര്യമല്ല പറയുന്നത്, അമിതമായിട്ടുള്ള മദ്യലഹരിയിൽ കൃത്യമായിട്ട് ജോലി ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിൽ അങ്ങനെയൊക്കെ പലയിടത്തും പൈലറ്റുമാരെ പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണോ ഇദ്ദേഹം ഈ ഫ്ലൈറ്റിലേക്ക് പോയത്, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ വ്യാപകമായിട്ട് കിട്ടുന്ന ഏതെങ്കിലും രാസലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന് പറഞ്ഞാൽ, പൂർണ്ണ ബോധമില്ലാത്ത ഒരു അവസ്ഥയിൽ അദ്ദേഹം വിമാനം പറത്താനായിട്ട് ഫ്ലൈറ്റിലേക്ക് കയറിയാലും ഇത് സംഭവിക്കാം.
വിമാനം റൺവേയിൽ നിന്നും പൊങ്ങുന്ന ആ ഏതാനും മിനിറ്റുകൾ, ഏതാണ്ട് 8-10ഓളം വരുന്ന മിനിറ്റുകൾ വളരെ നിർണായകമാണ്. ആ സമയത്ത് പൈലറ്റുമാർ വളരെ കെയർഫുൾ ആയിരിക്കണം. അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയ പിഴവ് പോലും വലിയ ദുരിതത്തിൽ കലാശിക്കും. അപ്പോൾ ഈ വിമാനം കൈകാര്യം ചെയ്യുന്ന പൈലറ്റ് ലഹരിയുടെ പിടിയിലോ അദ്ദേഹത്തിൻ്റെ ബോധമണ്ഡലം ശരിയായിട്ട് പ്രവർത്തിക്കാത്ത അവസ്ഥയിലോ ആണെങ്കിൽ ഇതുപോലെയുള്ള ഒരു ദുരന്തം സംഭവിക്കാം. മൂന്നാമത് പൈലറ്റിന് ഈ പിഴവ് പറ്റാനുള്ള ഒരു വലിയ കാരണമെന്ന് പറയുന്നത്, അതിന് നമുക്ക് പൈലറ്റിൻ്റെ പിഴവെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ പൈലറ്റ് മൂലമാണ് സംഭവിക്കുന്നത്. അതായത് പൈലറ്റിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും. നമുക്കറിയാം, ഈ അടുത്ത സമയത്ത് നമ്മൾ ഒരുപാട് ചെറുപ്പക്കാർ, 40 വയസ്സുള്ളവരും 50 വയസ്സുള്ളവരും 30 വയസ്സുള്ളവരും ഒക്കെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് വളരെയധികം വർദ്ധിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഫ്ലൈറ്റിൽ കയറി ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി അദ്ദേഹം കുഴഞ്ഞു വീഴുന്നത് കോ പൈലറ്റ് കാണുകയും അദ്ദേഹം ഫ്ലൈറ്റ് നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരു ഡിസ്ട്രസ് കാൾ അയക്കുകയും പക്ഷേ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ സാധിക്കുന്നതിന് മുമ്പ് അപകടം പറ്റുകയും ചെയ്തെങ്കിൽ അതും ഒരു സാധ്യതയാണ്. അപ്പോൾ ഇതിലേതാണ് സംഭവിച്ചതെന്നുള്ളത് ഇനി നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അറിയാൻ പറ്റുമോ എന്നറിഞ്ഞുകൂടാ. കാരണം വിമാനം പൂർണ്ണമായിട്ടും കത്തിയമർന്ന നിലയിലാണ്. അതിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി അതിൽ നിന്നും എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ശരിയായിട്ടുള്ള കാരണം കണ്ടെത്താൻ പറ്റുകയുള്ളൂ. പക്ഷേ ഈ 2 കാരണങ്ങളിൽ ഒന്നാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ സാധ്യത, അതായത് എഞ്ചിൻ തകരാറെന്ന് പറയുന്നത് വളരെ വളരെ റെയറായിട്ട് മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആ ഒരു സാധ്യത വളരെ ചെറിയതാണ്. പ്രധാന സാധ്യത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ്, പൈലറ്റിൻ്റെ പിഴവാണ്. അദ്ദേഹത്തിന് ഏതെങ്കിലും അമിത ആത്മവിശ്വാസം മൂലമുള്ള ഒരു അബദ്ധമോ അതല്ലെങ്കിൽ ലഹരിയുടെ പിടിയിലായതിൻ്റെ പേരിൽ സംഭവിച്ച ഒരു അബദ്ധമോ, അതുമല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും കോ പൈലറ്റിന് വിമാനത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സാധിക്കുന്നതിന് മുമ്പ് അപകടം പറ്റുകയും ചെയ്തതാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം ഈ ഫ്ലൈറ്റ് മുകളിലേക്ക് പൊങ്ങിത്തുടങ്ങുന്ന സമയത്താണ് പൈലറ്റിന് ഇത് സംഭവിക്കുന്നതെങ്കിൽ കോ പൈലറ്റിന് കൺട്രോൾ ഏറ്റെടുക്കാൻ പ്രയാസമായിരിക്കും. നേരെ മറിച്ച് ഫ്ലൈറ്റ് പൊങ്ങി സ്റ്റഡിയായിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഈ കുഴപ്പമുണ്ടാകില്ല. കോ പൈലറ്റിന് വേഗം തന്നെ ഫ്ലൈറ്റ് നിയന്ത്രിക്കാൻ സാധിക്കും. എന്നാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈലറ്റിൻ്റെ ശ്രദ്ധ 100% വേണ്ട ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ സംഗതി കൈവിട്ട് പോകും. എന്തായാലും ശരി, ഇവിടെ നമുക്ക് വളരെ വലിയൊരു പാഠം കൂടി ഇതിൽ പഠിക്കാനുണ്ട്. നമ്മളൊക്കെ അഹങ്കരിച്ച് ജീവിക്കുന്നവരാണ്. നമ്മളിവിടെ ദീർഘകാലം ജീവിച്ച് എന്തൊക്കെയോ സാധിക്കും, എന്തൊക്കെയോ വെട്ടിപ്പിടിക്കും, പലതും ചെയ്യും എന്നൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ കരുതും. പക്ഷേ ഈ ജീവിതം നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഈ സംഭവം. ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല, നമ്മൾ വിധിയുടെ ഇരകളാണ്. ഏത് സമയത്തും എന്ത് സംഭവിക്കാം. നമ്മളിപ്പോൾ കാണുന്ന വ്യക്തി ഒരുപക്ഷെ നാളെ നമ്മോടൊപ്പം ഉണ്ടാവില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മൾ ചിലപ്പോൾ അടുത്ത നിമിഷം ജീവനോടെ കാണില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഈ അനിശ്ചിതത്വം, ഈ അരക്ഷിതാവസ്ഥ മനസ്സിലാക്കി ജീവിതം പരമാവധി നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവരോടുള്ള ശത്രുതയും പകയും വെറുപ്പും പലതും വെട്ടിപ്പിടിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ വ്യഗ്രതയും അത്യാഗ്രഹവും ഇതിനൊക്കെ വല്ല അർത്ഥവുമുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമുക്ക് നൽകുന്നത്. മരിച്ചുപോയ എല്ലാവരുടെയും ആത്മാക്കൾക്ക് ശാന്തി നേരുന്നു. അതല്ലാതെ ഒന്നും ചെയ്യാൻ നമുക്കിപ്പോൾ പറ്റില്ല. താങ്ക് യു.